പൈസ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ അപ്പോൾ മച്ചാന്മാരെ എപ്പോഴും ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ പേച്ചിപ്പാറ ഡാമിൻ്റെ ബോട്ട് സർവീസിൻ്റെ അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കാണാൻ എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വരുന്ന വഴിയിലെല്ലാം അടിപൊളിയാണ്. നമ്മുടെ തമിഴ്നാട് ബസ് സർവീസും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ വരുന്ന വഴിയിൽ ഒരുപാട് നല്ല റോഡിൻ്റെ ഒരുപാട് നല്ല കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ഒരു തേക്കൻകാടിൻ്റെ അകത്ത് നടന്നു വരുമ്പോഴത്തേക്കും അവിടെ വെച്ച് കുരങ്ങന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എത്തുന്നതിന് മുമ്പേ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ അവസാനം എത്തുന്നത് ഈ പേച്ചിപ്പാറ ഡാമിൻ്റെ ഇവിടെയാണ്. ഡാം നമുക്ക് അണക്കെട്ടോടെ ബാക്കി കാണാം. എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണം. ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടിലോട്ട് പോകാം അല്ലേ. ഞാനിവിടെ എത്തിയപ്പോഴേ ഒരാൾ യോഗയിലാണ്. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ഞാൻ യോഗയിലാണ്. അതിലേക്കൂടെ ഒരു ബോട്ട് എന്തായാലും ഇപ്പം പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബോട്ടിൽ കയറി ഇതിൻ്റെ അകത്തുള്ള കാഴ്ചകളോടെ കാണാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ഇങ്ങനെ ബോട്ടിൽ പോയിട്ടില്ല. അപ്പം പോകാൻ വേണ്ടി പറ്റുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ തല തിരിക്കൂ. ഇനി രാജാവിനെ പോലെ പൊട്ടിച്ചിരിക്കൂ. കൊണ്ട് പോകുമെന്തോ. ആൾ വിട്ടാ നീ എന്തായാലും പറഞ്ഞോ പോണോ ഇപ്പോൾ. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം കയ്യിൽ പൈസ കൊണ്ട് വരണം. നമ്മൾ ബോട്ടിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ ഗൂഗിൾ പേ ഒക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും കയ്യിൽ പൈസ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പീഡിന് കാര്യം നടക്കും. അപ്പോൾ ഈ ഒരു ഗൂഗിൾ പേ ഉള്ള ആളെ വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളിപ്പം ഇവിടെ നമ്മളൊരു 10-300 മണിക്ക് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി പോകണം ഫുള്ളവരൊന്ന്. അപ്പോൾ പോകുന്ന വീഡിയോസ് നമുക്ക് കാണാമല്ലേ. പേച്ചിപ്പാറ കായൽ മൊത്തം കിട്ടും, അണയും കിട്ടും, ഫോറസ്റ്റ് കിട്ടും, 2 മരക്കാൽ കിട്ടും. അപ്പോൾ നമ്മൾ ബോട്ടിനകത്ത് കയറി നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളിലോട്ട് പോവാം. അപ്പോൾ മച്ചാൻ നമ്മൾ ഇതുവരെ നമ്മൾ ഡാമിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ ഡാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലാണ്. അപ്പോൾ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് നമ്മളെ കോതയാറിൻ്റെ കുറുകെയാണ് നമ്മുടെ ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മുടെ നാഗർകോവിലിൽ നിന്നൊക്കെ ഒരു 44 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി. പിന്നെ ഈ ഡാമിൻ്റെ ഈ നീളം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 450 മീറ്ററാണ് കേട്ടോ. വീതിയാണെങ്കിൽ 120.70 സെൻറ്റിമീറ്റർ അതാണ് വരുന്നത്. നല്ല ആഴമുള്ള ഒരു ഡാമാണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ആഴം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14.6 പിന്നെ ഇതിൻ്റെ പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കനയടി വെള്ളം സംഭരിക്കാനുള്ള ആ ഒരു കഴിവ് അടിപൊളിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ 3.528 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3528ഓളം അടി കനയടി വെള്ളം സംരക്ഷിക്കാനുള്ള ഒരു ഇത് താങ്ങിക്കുള്ളൊരു പവർ ആശാനുണ്ട്. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരാൻ ഒരു 60 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം വൺ ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് വരാം. നമ്മളപ്പോൾ എന്തായാലും ഇക്കരെ വന്നിട്ടുണ്ട്. നമുക്ക് നിക്കലുള്ള കാഴ്ചകൾ കാണാം. ഇവിടുന്ന് പുറത്തോട്ട് പോകണമെങ്കിൽ ഈ ഒരു ബോട്ട് ഭാഗം മാത്രമേ പറ്റുള്ളൂ കേട്ടോ. കാര്യം ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഗ്രാമം പോലെയാണ് ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം. അത് ദേവോ ഫവ എന്നുള്ള ടീംസാണെന്ന് തോന്നുന്നു. കുഴപ്പക്കാരല്ല, നിങ്ങൾ പാവങ്ങളാണ്, പാവങ്ങൾ. അപ്പം മച്ചാമാരെ നമ്മളപ്പോഴേ പേച്ചിപ്പാറ ഡാമിൽ കൂടെ നമ്മളിവിടെ ഒരു ബോട്ട് സർവീസ് നടത്തി. നമ്മൾ പച്ചമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ ചെറിയൊരു സ്കൂളൊക്കെയാണ് ഇവിടുത്തെ. തച്ചമലൈ ഓക്കെ, തച്ചമല എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മളപ്പോഴും നമ്മുടെ പേച്ചിപ്പാറ ഡാമിൽ കൂടെ നമ്മളൊരു ബോട്ട് സർവീസ് നടത്തി. നമ്മളിപ്പോൾ ഇവിടെ എത്തി. തച്ചമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതൊരു ദ്വീപ് പോലത്തെ സ്ഥലമാണ്. ബോട്ടിൽ വരാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സ്ഥലത്തോട്ട് എത്ര പേര് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്കത് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ ഒരുപാട് മനുഷ്യന്മാരാണ് ജീവിച്ചിരിക്കുന്നത്. എന്തായാലും അടിപൊളി സ്ഥലം കേട്ടോ. എന്തായാലും നമുക്ക് ചെറിയൊരു മാടം പോലത്തെ ഇതുണ്ട് ഈ വള്ളക്കാർക്ക് വന്നിരിക്കാനും. ഇവിടുത്തെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് പോലെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. എന്ത്
അപ്പോൾ നമ്മൾ അവിടുത്തെ ആ മനോഹരമായ ആ കൊച്ചു ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മൾ പുറത്തോട്ട് വരികയാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മലനിരകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ ഡാമിൻ്റെ പുറത്തേക്ക് വരികയാണ്. നീർക്കാക്കയുടെ ജില്ലാ സമ്മേളനം. നീർക്കാക്ക ജില്ലാ സമ്മേളനം. നീർക്കാക്കയിലെ കൊക്കിൻ്റെ ജില്ലാ സമ്മേളനം. എനിക്ക് പാസ് കുഴപ്പമില്ല ഞാൻ. കൊള്ളാം കേട്ടോ, ഇതിങ്ങനെ പറക്കാൻ വഴി. സൂപ്പറായിട്ട് ഓടിപ്പോളി. ഇതേപോലെ ഇവർക്കൊക്കെ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 300 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തുരുത്തിനകത്താക്കി ആടിയോ ലഞ്ച് കൊള്ളാം കേട്ടോ. അപ്പോൾ മച്ചന്മാരെ നമ്മളിപ്പോൾ പേച്ചിപ്പാറ ഡാമിൻ്റെ അകത്ത് നമ്മൾ ബോട്ട് സർവീസൊക്കെ ചെയ്ത് നമ്മൾ അകത്ത് കയറിയതിന് ശേഷം നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും കിടിൽ എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ ആരായാലും ഇവിടെ കയറണം. കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇത് മിസ്സാകത്തില്ല. കാര്യം പൊളി സ്ഥലമാണ്. അപ്പോൾ മച്ചന്മാരെ നമ്മളിപ്പോഴേ ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാറായി. 5 മണി വരെ സമയമുള്ളൂ. രാവിലെ 9 to 5 അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് അകത്ത് കയറാൻ പറ്റിയിട്ടില്ല ഡാമിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി. പക്ഷേ നമുക്ക് എന്നാലും ഇവിടെയുള്ള ഫുൾ ഡാമിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പോകാൻ വേണ്ടിയിട്ട് പോലെ. പിന്നെ ഞാൻ എല്ലാം പറഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. നമ്മുടെ ഈ ഡാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ തിരുവിതാംകൂർ മൂലം തിരുനാൾ രാജാവാണ് കേട്ടോ ഈ ഡാം നിർമ്മിച്ചത്. ഞാനേ ഈ വീഡിയോയിൽ കൂടുതൽ കിടന്ന് കലവല അടച്ച് കുളവാക്കാതെ ഇതല്ലാതെ നമുക്ക് കാണുമ്പോൾ നല്ല ഫീലാണ്. അപ്പോൾ മച്ചവൻ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പേച്ചിപ്പാറ ഡാമിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഫുൾ ട്രാവലിംഗ് ആയിരുന്നു. ഒരേ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഈ പോയ ഓരോ സ്ഥലത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫുൾ ട്രാവലിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇതേപോലെ കിട്ടുന്ന വീഡിയോ വരും. അപ്പോൾ എന്തോ ഞാൻ പറയാൻ വേണ്ടത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.